സുപ്രഭാതം ബിഗ് ബോസ്. ബിഗ് ബോസ് എവിടെയാണ് ബിഗ് ബോസ്? ബിഗ് ബോസ് ജയിച്ചതിന് ശേഷം കുറച്ചുകൂടി പന്നി വെച്ചാ സമയത്ത് വേറെ ലുക്കായിരുന്നു, സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിട്ട്. ഇപ്പൊ നോക്കുമ്പോ കേളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ലുക്കായിട്ടുണ്ടല്ലോ. അനീഷ് ബിഗ് ബോസ്. ബിഗ് ബോസ് സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ജലദോഷം പിടിച്ചോ? ക്ലിഫ് ഹൗസ് ഇവിടെ നമ്മുടെ ഇവിടെ ഇല്ലേ, നമ്മുടെ സ്പീക്കർ താമസിക്കുന്നതാണ് ബിഗ് വൈറ്റ് ഹൗസ്. ചേട്ടാ അതിനടുത്താണോ താമസിക്കുന്നത്? വൈറ്റ് ഹൗസ്. അമേരിക്കൻ ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം അനീഷിനെയും അനുമോളെയൊക്കെ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അവർ ഒരുമിച്ച് കണ്ട സന്തോഷം മാത്രമല്ല, അവിടെ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോൾ, സ്പെഷ്യലി അനീഷിൻ്റെ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് നിങ്ങൾ എവിടെയാണ് ആ ഒരു ചോദ്യം കേട്ടപ്പോൾ സത്യം പറയാലോ വല്ലാതെ അവരൊക്കെ മിസ് ചെയ്തു. ഭയങ്കര സന്തോഷവും തോന്നി ഒന്നും കൂടെ കാണാൻ കഴിഞ്ഞതിൽ. കേരള നിയമസഭ അന്താരാഷ്ട്ര കലോത്സവ വേദിയിൽ അനുമോളും അനീഷും എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട് എത്തിയിരിക്കുന്നത് വർഷയും മിഥുനുമാണ്. രണ്ടാളും കൂടി അനുമോളെയും അനീഷിനെ അങ്ങോട്ട് പുകഴ്ത്തിട്ടോ. സീസൺ 7 ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് കേട്ടോ ഈ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്, അനുമോൾക്കും അനീഷിനും. ഇവരെ എല്ലാ പരിപാടിക്കും എല്ലാവരും വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്. സാധാരണ ഇങ്ങനെയല്ല, എല്ലാ സീസണും കഴിയുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ സീസണിൽ ഇവർ രണ്ടുപേർക്ക് മാത്രമാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അനീഷും അനുമോളും ഒരുമിച്ച് രണ്ടുപേരും കിഡില ലുക്കാട്ടോ, ഒരു രക്ഷയില്ല. ബിഗ് ബോസ് വീടിനകത്തുള്ള ആൾക്കാരേ അല്ല പുറത്തിറങ്ങിയപ്പോൾ അതിലും ഭംഗി വെച്ചു. അനീഷൊക്കെയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് രണ്ടാളെയും കാണാനായിട്ട്. രണ്ടാളും ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ അടിച്ച് തകർത്തു ആ ഇവന്റ്. ഇതിൻ്റെ ഇടയിലും ഇതും തന്നെ പറയുന്നുണ്ട് കേട്ടോ, അനുമോൾ എന്താ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം കുറച്ചുകൂടി സൗന്ദര്യം വെച്ചു, അനീഷ് ഒട്ടും മോശമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളെ സൗന്ദര്യത്തെ അങ്ങനെ വർണ്ണിക്കുകയാണ്. പക്ഷെ എനിക്കുണ്ടല്ലോ ഇവർ രണ്ടാളെ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ്. എന്താണെന്നറിയില്ല, നമ്മുടെ ലൈവ് തുടങ്ങുന്നത് അനീഷിൻ്റെ സുപ്രഭാതത്തോട് കൂടിയിട്ടല്ലേ. ഇപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ അനീഷിൻ്റെ സുപ്രഭാതമൊക്കെ കേട്ടിട്ട്. അപ്പോൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതാ നമുക്ക് കേൾക്കാം. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ജലദോഷം പിടിച്ചോ? ജലദോഷമുണ്ടോ? മകൾക്കും ജലദോഷമുണ്ടോ? ഇല്ല, എന്റെ ശബ്ദം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ. അല്ല അനീഷ, സുപ്രഭാതം പറഞ്ഞു തുടങ്ങും. അല്ല, ഞാൻ ബിഗ് ബോസിന്റെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് സുപ്രഭാതമാണ്. സുപ്രഭാതം ബിഗ് ബോസ്. ബിഗ് ബോസ് എവിടെയാണ് ബിഗ് ബോസ്? എന്നൊരു കരയോട് എവിടെ? നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ബിഗ് ബോസ് എവിടെയാണ് ബിഗ് ബോസ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ബിഗ് ബോസ് ഒന്ന് ഇറങ്ങി വരും ബിഗ് ബോസ്, ഒരു നിമിഷം. പിന്നെ ബിഗ് ബോസിൽ ഇറങ്ങി വന്നിട്ടില്ല, പിന്നെയാണ് ഇവിടെ. പിന്നല്ലാതെ അത് ബിഗ് ബോസ് വീടിന്റെ അകത്ത് വെച്ചിട്ട് ബിഗ് ബോസെ ഒന്ന് വരും, ബിഗ് ബോസെ ഒന്ന് കാണാനാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഈ 100 ദിവസം പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് വന്നിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അനുമോളുടെ കമൻട്രി ആട്ടോ. ആ സമയത്ത് മിഥുനും പറഞ്ഞ ശരിയാണ്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം അനുമോളെയും അനീഷിനെയൊക്കെ ഒരുമിച്ച് ഇത് കണ്ടപ്പോൾ അത് കാണുക മാത്രമല്ല, ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു കേട്ടപ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? നിങ്ങൾക്ക് സന്തോഷം തോന്നിയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് മിസ്സാവുന്ന ഇവരുടെ ഡാൻസ് ആയിരിക്കും അല്ലേ? മിസ്സായിട്ടില്ല, അതുകൊണ്ട് നമുക്കതും കാണാം. ഞാൻ പാട്ട് വയ്ക്കില്ല. ആടുക പാടുക അങ്ങനെ രസിച്ചു രണ്ടാളും കൂടി. വൈറ്റ് ഹൗസും ക്ലിഫ് ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈറ്റ് ഹൗസും ക്ലിഫ് ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈറ്റ് ഹൗസും ക്ലിഫ് ഹൗസും തമ്മിലുള്ള വ്യത്യാസം, ക്ലിഫ് ഹൗസ് ഇവിടെ നമ്മുടെ ഇവിടെ ഇല്ലേ, അതെനിക്കറിയാം. വൈറ്റ് ഹൗസ് ഇവിടെ എന്റെ അവിടെ താഴെ ജംഗ്ഷൻ. അല്ല, പിണറായി സാർ താമസിക്കുന്നത് വൈറ്റ് ഹൗസിൽ. പിണറായി സാറിന് സ്പീക്കർ താമസിക്കുന്നതാണ് ബിഗ് വൈറ്റ് ഹൗസ്. ചേട്ടാ അതിനടുത്താണോ താമസിക്കുന്നത്? വൈറ്റ് ഹൗസിന്റെ അടുത്തോ? അനുമോളെ ഇതിനെ പറ്റിക്കാൻ നോക്കും, പക്ഷെ അതിന് വീഴരുത്. വൈറ്റ് ഹൗസ് ഇവിടെ ഇല്ല, സത്യമാണ്. സമയം പോകുന്നു. അനു പറയൂ. കറക്റ്റാണ്. ഓഡീഷന്റെ പരിപാടിയാണോ? ഇല്ല, കറക്റ്റാണ് അനു, തെറ്റല്ല. പറഞ്ഞു അനു, കൈയടി കിട്ടും. പറഞ്ഞു. അതെ കറക്റ്റ്. അമേരിക്കൻ 3 പ്രാവശ്യം അമേരിക്കൻ മാമെന്ന് വരുമ്പോ അടുത്ത ചോദ്യം. പുസ്തക കലോത്സവ വേദിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ കോടീശ്വരൻ കളി കളിക്കാൻ നോക്കിയ മിഥുനോട് അനുമോൾ ചോദിക്കും, ഇതെന്താണത്, കോടീശ്വരൻ പരിപാടിയാണോ, എന്താണത്? ഇത് പരിപാടി നടക്കുന്ന സമയത്തല്ലേ, പരിപാടി നടക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാളും കൂടി ഒരിടത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫണ്ണായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്കതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്താ സീരിയസ്?
ഇത്രയ്ക്ക് സീരിയസ് ആയ മനുഷ്യനാണോ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലകത്ത് വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്? എന്തായാലും അനീഷിനെയും അനുമോളെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷത്തിലാണ്. തൻ്റെ പുസ്തകം 4 ആൾക്കാർ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അനീഷ് ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തകം എല്ലാവരും അറിയണം എന്നൊക്കെ. ആ അനീഷിന് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തക കലോത്സവ വേദിയിൽ അനീഷ് ഒരു അതിഥിയായിട്ട് എത്തിയിരിക്കുക. എന്ത് ഭാഗ്യം അല്ലേ! രണ്ടാളും നല്ല മനുഷ്യരാണ്, നല്ല മനസ്സിന് ഉടമകളാണ്, നല്ല വ്യക്തികളാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ്, നല്ല ക്യാരക്ടർ ഉള്ളവരാണ്. രണ്ടാൾക്കും ഭാവിയിൽ നല്ല ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ. അവർ ആഗ്രഹിച്ചതിലും അപ്പുറം ഉള്ളൊരു നല്ല നല്ല ലൈഫുകളും നല്ല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ശേഷം അനീഷിൻ്റെയും അനുമോളുടെയും പിന്നെ ഷാനവാസ് ഇവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കായിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഷാനവാസും ഇതുപോലെ സിനിമ സീരിയൽ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് തൻ്റെ ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ മാത്രമല്ല, ലൈഫിൽ നല്ല ഗ്രോത്തും കിട്ടിയിട്ടുണ്ട്. ചിലർക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നഷ്ടപ്പെട്ടത് വേറൊന്നുകൊണ്ടല്ല, അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. പലരും പറയുന്നു എന്നെ പറ്റി നിങ്ങളൊക്കെ ജീവിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവർ കാട്ടിക്കുട്ടിയുള്ള കോപ്രായങ്ങൾ നമ്മളെല്ലായിടത്തും റിയാക്ട് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളെ പറ്റി ജീവിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ആരും അവരൊക്കെ മൈൻഡ് ചെയ്യാണ്ടായി. ഇപ്പോൾ ദാ ഒരു പണിയില്ലാണ്ട് ചുമ്മാ കുത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അവരൊക്കെ. ഇങ്ങനെ ഒന്നുമില്ലാത്തവർ അഹങ്കരിക്കുമ്പോൾ എല്ലാ കഴിവുകളും ഉള്ള കുറച്ച് മനുഷ്യരുണ്ട് ഇവരെ പോലെ. എന്തൊക്കെ നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കണം എല്ലാവരും. അതിൽ രണ്ടാൾക്കും അനീഷിനും അനുമോൾക്കും നല്ലത് തന്നെ ഭാവിയിൽ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും